എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴരശൻ പച്ചമുത്തുവിൻ്റെ സംവിധാനത്തിൽ വന്ന ലബർ പന്ത് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പീരീഡ് പടം പോലെയാണ് കാണിക്കുന്നത്. അതായത് ആഹ്, ഒരു റബ്ബർ പന്ത് വന്നിട്ട് 15 രൂപയ്ക്ക് വിൽക്കുന്ന കാലഘട്ടം എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് കാണിക്കും. ആ സമയത്താണ് വന്നിട്ട് നമ്മുടെ അട്ടക്കത്തി ദിനേശ് വന്നിട്ട് ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടും കാണിക്കുന്നത്. അയാൾ വന്നിട്ട് അവരുടെ ആ ഒരു ചുറ്റുപാടിലുള്ള വളരെ വലിയൊരു ബാറ്റ്സ്മാനാണ് ക്രിക്കറ്റിലെ. അയാളെ വന്നിട്ട് അങ്ങനെ ആർക്കും ഔട്ടാക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര സ്കോർ ചെയ്തുകൊണ്ട് പോകും. ഏം, അതായത് ഔട്ടാകണമെങ്കിൽ ലാസ്റ്റ് പന്തിൽ വന്നിട്ട് ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് പന്തിൽ വന്നിട്ട് ഔട്ടായിട്ട് അവർ സന്തോഷപ്പെടുന്നത് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് വരുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവരുടെ കളി നടക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് കല്യാണിൻ്റെ, അതായത് കഥാനായകൻ്റെ ചെറുപ്പകാലം കാണിക്കും. അപ്പോൾ ഈ ഇവൻ കളി കാണുകയും അതായത് അയാളുടെ ബാറ്റിങ്ങൊക്കെ വളരെ എൻജോയ് ചെയ്ത് കാണുകയും അതിൽ ചില പിഴകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഇയാളെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ ഔട്ടാക്കിയെടുക്കാം എന്ന് അപ്പം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അത് മനസ്സിലാക്കി വയ്ക്കുന്നു. അടുത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു കാലഘട്ടം കാണിക്കുന്നു. ഒരു റബ്ബർ പന്തിൻ്റെ വില 35 രൂപ എന്ന് കാണിക്കുന്നു. അതിൽ വന്നിട്ട് നമ്മുടെ ഹരീഷ് കല്യാൺ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനായിരിക്കും, ചെറുപ്പക്കാരനായിട്ട് കാണിക്കും. അങ്ങനെ നമ്മുടെ കഥാനായകൻ കുറച്ച് വലുതായതിനു ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരീഷ് കല്യാണാണ് അവിടുത്തെ അവരുടെ ഏരിയയിൽ വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ, ഓൾറൗണ്ടറാണ്. ഹരീഷ് കല്യാൺ സ്നേഹിക്കുന്ന പെണ്ണാണ് നമ്മുടെ അട്ടക്കത്തി ദിനേശിൻ്റെ മോളാണ്. അത് വന്നിട്ട് ഇവൻ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ടീമിനും നമ്മുടെ അട്ടക്കത്തി ദിനേശിൻ്റെ ടീമിനും വന്നിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് വരുന്നു. അവിടെ വെച്ച് ഒരു ഭയങ്കര പ്രശ്നമാകുന്നു. രണ്ടുപേർക്കും വലിയ ഈഗോ ക്ലാഷ് ആകുന്നു. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളതാണ് കഥ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കഥാനായിക വന്നിട്ട് നമ്മുടെ ഹരീഷ് കല്യാണിൻ്റെ അടുത്ത് പറയും, എൻ്റെ അച്ഛൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ ഹരീഷ് കല്യാൺ വന്നിട്ട് ഏർക്കണമേ ഇയാളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ എന്താ പറയുക, പ്രേമത്തിന് അയാൾ സപ്പോർട്ട് ചെയ്തോ, ഇവർ രണ്ടുപേരും ക്രിക്കറ്റ് മത്സരത്തിൽ വന്നിട്ട് ആരുടെ ടീം ജയിച്ചു, ഇവർക്ക് രണ്ടുപേരുടെ ഈഗോ എന്തായി എന്നുള്ളതാണ് തുടർന്ന് പോകുന്ന കഥ. പൊതുവേ ഈ സിനിമ അതായത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തെടുത്ത പടമാണെങ്കിലും ആദ്യം നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫീലായി പോകും. ഇതെന്തോ ഒരു ജാതി പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥയാണോ എന്നുള്ള രീതിയിൽ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരീഷ് കല്യാൺ വന്നിട്ട് ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. പക്ഷേ അവരുടെ ടീമിലുള്ളവരൊക്കെ വന്നിട്ട് മേൽജാതിക്കാരും. അപ്പോൾ ഇവരെ അങ്ങനെ ടീമിൽ കളിക്കാനൊന്നും അധികം എടുക്കത്തൊന്നുമില്ല. എപ്പോഴെങ്കിലും വന്നിട്ട് ഗസ്റ്റ് റോൾ പോലെ ഇങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ ശരി, ഇതൊരു ജാതി പ്രശ്നം, അടി ഇടിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇവരെടുത്ത് സൈഡിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു ഫാമിലി സബ്ജക്റ്റായും അതായത് നല്ല രീതിയിലുള്ള ഒരു തിരക്കഥ കൊണ്ടുപോയി അടിപൊളിയായിട്ട് നമ്മളെ എൻജോയ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. അതായത് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ അതേപോലെ, അതായത് ആ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിലും ശരി, അതേപോലെ അട്ടകത്തി ദിനേശാണ് മെയിനായിട്ട് ഇതിൽ ഹീറോ. അതായത് അയാൾ വന്നിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആ ചെറുപ്പകാലമാണെങ്കിലും ശരി, അതേപോലെ തൻ്റെ മിഡിൽ ഏജ് ആയ ആ സീനാണെങ്കിലും ശരി, ഒക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരീഷ് കല്യാൺ ആണെങ്കിലും അതേപോലെ അവന് ശരിക്കും സമയമായിട്ട് അവനും അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 ഹീറോക്കളായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതേപോലെ മേക്കിംഗ് ആണെങ്കിൽ പടത്തിൻ്റെ അടിപൊളി മേക്കിംഗ് ആണ്. പിന്നെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, അതേപോലെ എടുത്തിരിക്കുന്ന വിധമാണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പൊതുവേ നമുക്ക്, അതായത് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് പോകുന്നു അത് ഈ സിനിമയിൽ നമുക്ക് ആ 2 മണിക്കൂർ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്. അതേപോലെ ചില സീനുകളൊക്കെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണുന്ന പോലെയുണ്ട്. അതായത് നമ്മുടെ കഥാനായകനും കഥാനായികയും കണ്ടുമുട്ടുന്ന ആ സീന്, അതേപോലെ ഹരീഷ് കല്യാൺ വന്നിട്ട് പെണ്ണ് കാണാൻ പോകുന്ന സീന്, അതേപോലെ ഇൻ്റർവെല്ല് വിടുന്ന സീന്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അട്ടക്കത്തി ദിനേശിൻ്റെ ഒരു കൂട്ടുകാരനൊരുത്തം വരും, ഒരു മദ്യപാനിയായ ഒരു കൂട്ടുകാരൻ. അടിപൊളിയായിരുന്നു അയാളുടെ അഭിനയം. പിന്നെ എന്താ നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പടത്തിലും കാണുന്ന പോലെ എന്താ പറയുക, ഹീറോയിൻ്റെ
അച്ഛൻ ആരാന്ന് ഹീറോ പ്രേമിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് അറിയുമ്പോൾ ഒരു ഷോക്കാവും, അങ്ങനത്തെ സീന്. അതേപോലെ അട്ടകത്തി ദിനേശ് വന്നിട്ട് അവരുടെ ഏരിയയിൽ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയറൊക്കെ ആയിരിക്കാം. അത് അവരുടെ ഏരിയയിൽ കളിക്കുമ്പോൾ വന്നിട്ട് എന്താ പറയുക, ലുങ്കിയിലൊക്കെ പോയി കളിക്കാം. പക്ഷേ ഇയാൾ മറ്റേ പറയുക അടുത്ത ഏരിയക്കാരുടെ കൂടെ കളിക്കുമ്പോഴും കൂടെ പോയിട്ട് ലുങ്കിയിൽ പോയി ക്രിക്കറ്റ് കളിക്കും, അങ്ങനത്തെ സീനൊക്കെ. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു സിനിമ, എൻജോയ് ചെയ്ത് കാണാം. അതായത് ഈ ജാതി പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് പോക്കറ്റ് നിറയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ ജാതി പ്രശ്നം കാണിച്ചിട്ട് അത് എങ്ങനെ ഒരു സിനിമ രസിക്കാൻ എങ്ങനെ രസിച്ച് കാണണോ ആ രീതിയിൽ കൊണ്ടുപോയി അടിപൊളിയായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തോടെ പോയിരുന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ പടം പോയി തിയേറ്ററിലിരുന്ന് കാണുക. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ.